ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ചാപ്റ്റർ ആയിട്ടുള്ള റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന അതിമനോഹരമായ വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ NCERT ചോദ്യങ്ങളായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ NCERT ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പണ്ടത്തെ പോലെ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ +2 നമ്മുടെ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഒറ്റയടിക്കല്ല, പക്ഷെ പാർട്ടായി ഓരോരോ ഡെറിവേഷനും ഓരോരോ തിയറിയും വളരെ ക്രിസ്റ്റൽ ക്ലിയറായി വ്യക്തമായി തന്നെ നമുക്ക് എടുത്തു തരാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ആദ്യം തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായില്ലേ, ഒരു ഒന്നിൽ കൂടുതൽ മാസമായി തോന്നുന്നു. എൻ്റെ +2 പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ NCERT-ത്തെ ഏതോ ഒരു ചോദ്യം, ഏതോ ഒരു ചാപ്റ്ററിൻ്റെ ചോദ്യമാണ് ഇട്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു, ഒന്നിൽ കൂടുതൽ മാസത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബ് ഇടയിൽ നിർത്തി. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരുന്നു അത് സംഭവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവുന്നു മെല്ലെ. അപ്പോൾ നമുക്ക് മെല്ലെ തുടങ്ങാം അല്ലേ. അതിനു മുമ്പ് ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് പുതിയൊരു പ്ലേലിസ്റ്റും കൂടി നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ്. കാരണം പഠിപ്പുമായി, അതായത് നമ്മുടെ സ്റ്റഡീസുമായി ബന്ധപ്പെടാതെ മറ്റ് ചില നമ്മുടെ ടാക്കുകൾ ഉണ്ടല്ലോ, അതായത് സാധാ കാഷ്വലായി നമ്മൾ സംസാരിക്കുക, ഇൻട്രാക്ഷൻ, അങ്ങനെയുള്ള ചില പരിപാടികളാണ് നമ്മുടെ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് ഈ ഒരു ആഴ്ചത്തോടു കൂടി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറെയൊന്നും നോക്കുന്നില്ല, നമുക്ക് മെല്ലെ ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം അല്ലേ. യെസ്, സോ വി ആർ മൂവിങ് ടു ദ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ്. സോ നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ഡെറിവേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഡെറിവേഷൻ അതാണ്, മിറർ ഫോർമുലയാണ്. ആദ്യത്തെ ഡെറിവേഷൻ മിറർ ഫോർമുല. മിറർ ഫോർമുല എന്ന് പറയുമ്പോൾ മിറർ ഫോർമുല നമ്മൾ പണ്ടത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 1/f ഇസ് ഈക്വൽ ടു 1/v + 1/u. ഇതാണ് അല്ലേ, ഇതാണ് നമുക്കറിയാം. ഇനി ഈ സംഭവം, ഈ ഒരു ഇക്വേഷൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് പ്രൂവ് ചെയ്ത് നോക്കിയാലോ. യെസ്, ആദ്യം തന്നെ ഞാനത് വായിക്കുകയാണ് കേട്ടോ. അതിനായി ഞാൻ ആദ്യം ഇവിടെ ഒരു ഒബ്ജക്റ്റ് എടുത്തു. എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇവനാണ് ഒബ്ജക്റ്റ് കേട്ടോ, ഇവനാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഇവിടെ ഞാൻ ഇതിന് OB എന്ന് പേര് കൊടുത്തു. ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ പേന ഒന്ന് മാറ്റട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഈ പേന എടുക്കുക, നോക്കട്ടെ. യെസ്, ഇതിനെ ഞാൻ OB എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇവനാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ആര്? ഇവൻ കേട്ടോ, ഇവനാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് 2 റേ, ഓക്കെ, 2 ലൈറ്റ് റേ ആണ് എന്ത് ചെയ്യുന്നത്, പോകണം. അതിൽ ഒരു ലൈറ്റ് റേ ഇതങ്ങനെ പോകും, നമ്മുടെ സെൻറ്ററിൽ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, ഒപ്റ്റിക്കൽ സെൻറ്റർ, നമ്മുടെ കോൺകേവ് മിററിലെ നമ്മൾ എടുത്തിരിക്കും, ലെൻസ് അല്ല കേട്ടോ, മിററാണ്. ഓക്കെ, ആ സെൻറ്ററിൽ കൂടെ പോകുന്നുണ്ട്. ഇനി അടുത്തത് പോളിൽ കൂടെ, നമ്മൾ അടുത്ത റേ പോളിൽ കൂടെ പോകും. പോളിൽ കൂടെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് റേ പോകും. ഓക്കെ, ഇനി അടുത്തത് ഈ പോളിൽ നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യണം ഈ ലൈറ്റ് റേ. അപ്പോൾ എങ്ങനെ വരും, ഇങ്ങനെ ഏകദേശം ഇങ്ങനെ അല്ലേ. യെസ്, അപ്പോൾ ഇവനൊരു റേ, ഇവനും ഒരു റേ. യെസ്, റൈറ്റ്. ഇനി ഇവിടെ നമ്മൾ ഒരു ഇമേജ് ഫോം ആവുക. ഓക്കെ, ഇവിടെ ഒരു ഇമേജ് ഞാൻ ഗ്രീൻ കളറിൽ കാണിക്കാം. ഈ ഒരു ഇമേജ് ഫോം ആവുക. ഓക്കെ, നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു ഇമേജ് ഫോം ആവും. ഓക്കെ, ഗ്രീൻ കളറിൽ കാണിച്ചാൽ ഇമേജായി ഞാൻ എടുത്തു. അതിനെ ഞാൻ എന്ത് കൊടുത്തു, IM എന്ന് കൊടുത്തു. ഓക്കെ, IM എന്ന് ഞാൻ
കൊടുത്തു. തൽക്കാലം ഇതവിടെ ഇങ്ങനെ ഇവിടെ ഐ എന്ന് കൊടുത്തു, ഇവിടെ എം എന്ന് കൊടുത്തു. സോ ഐ എം എന്ന് പറയുന്നത് ഇമേജ് ആണ്, ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ്. റെഡി? ഇനി അടുത്തത് നമ്മൾ ഓരോ ആൾക്കാരെ മെല്ലെ മെല്ലെ മാർക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ. യെസ്, ഇവിടെ എച്ച് ഒ എന്ന് കാണുന്നു. എച്ച് ഒ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം തന്നെ ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്യാം അല്ലേ. നമ്മുടെ ആ ഒരു പ്രിൻസിപ്പൽ ആക്സിസും ഒബ്ജക്റ്റും ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. യെസ്, 90 ഡിഗ്രിയാണ് നമ്മൾ ഒബ്ജക്റ്റും ആംഗിൾ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ എന്തെടുത്തു? ഞാൻ യു എന്ന് കാണിച്ചു, ഇങ്ങനെ ഒരു ആരോ വരച്ചു. ഇത് എവിടെ മുതൽ? പോളിൽ നിന്ന് ഒബ്ജക്റ്റ് വരെ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഞാൻ കൊടുത്തു. ഇവനെ ഞാൻ എന്തെന്ന് മാർക്ക് ചെയ്തു? യെസ്, യു എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, യു എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായി തന്നെ പറയാൻ സാധിക്കും, പോളിൽ നിന്ന് എവിടം വരെയുള്ള ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ്. അതിനെ ഞാൻ ഇതേ ഇങ്ങനെ വരച്ചു, ഏകദേശം ഇവിടം വരെയല്ലേ. യെസ്, ഇതിനെ ഞാൻ എന്ത് കൊടുത്തു? വി എന്ന് കൊടുത്തു. വി ഞാൻ റെഡ് കളറിൽ കൊടുക്കുക, വി എന്ന് കൊടുത്തു. ഓക്കെ, യെസ്, ഇനി വി എ കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഹൈറ്റാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എച്ച് ഐ ഞാൻ കൊടുത്തു. ഇത് ഇമേജ് അല്ല, ഇത് ഒബ്ജക്റ്റ് ആണ്. ഇത് എച്ച് ഒ എന്ന് കൊടുത്തു, ഇത് എച്ച് ഐ എന്ന് കൊടുത്തു. ഏകദേശം ഇവിടെ മാർക്ക് ചെയ്ത് ശരിക്കും ഇവിടെയാണ് വരേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ മതി. ഓക്കെ, ഇനി രണ്ട് ആംഗിൾ ഉണ്ട്, ഏകദേശം സെയിം ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒ ബി പിയും രണ്ടാമത്തെ ഐ എം പിയും എന്ന് പറഞ്ഞ ട്രയാങ്കിൾസ്. ഇവിടെ നമ്മൾ കുറേ ഈ ചിത്രത്തിൽ കുറേ റേസ് നമ്മൾ കണ്ടൂലേ അല്ലേ. ഈ കുറേ റേസ് നമ്മൾ കണ്ടത് അതിൽ ശരിക്കും നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ മാത്തമാറ്റിക്കലായിട്ടാണ് എന്ത് ചെയ്യണം? യെസ്, ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ട്രയാങ്കിൾസിനെയാണ് ഇവിടെ തപ്പിപ്പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുത്തു. ഒന്ന് ട്രയാങ്കിൾ ഒ ബി പി. ഈ ട്രയാങ്കിളിനെ ഞാൻ എടുത്തു. ഓക്കെ, ഒ ബി പി വലിയ ട്രയാങ്കിൾ. ഓക്കെ, ഇനി അടുത്തത് ട്രയാങ്കിൾ ഐ എം പി. ഓക്കെ, റെഡി? യെസ്, ട്രയാങ്കിൾ ഒ ബി പിയും ട്രയാങ്കിൾ ഐ എം പിയും സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ആംഗിൾ സിമിലാരിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ട്രയാങ്കിൾ ഒ ബി പിയുടെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് കേട്ടോ. ഞാൻ വരയ്ക്കാൻ മറന്നു. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഓക്കെ, ട്രയാങ്കിൾ ഒ ബി പിയുടെ ആംഗിളും ട്രയാങ്കിൾ ഐ എം പിയുടെ ആംഗിളും സിമിലർ ആയതുകൊണ്ട് ആംഗിൾ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ രണ്ട് ട്രയാങ്കിൾ ഒ ബി പിയും ട്രയാങ്കിൾ ഐ എം പി എന്താണ്? യെസ്, സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതുന്നു ട്രയാങ്കിൾ ഒ ബി പി സിമിലർ ടു ട്രയാങ്കിൾ ഐ എം പി. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആംഗിൾ സിമിലാരിറ്റി. ഓക്കെ, റെഡി. ഇനി അടുത്തത് നമ്മൾ ഇവരുടെ സൈഡുകൾ, അതായത് കോറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ എടുക്കാൻ പോവാം. ഓക്കെ, ഈ റേഷ്യോ എങ്ങനെ നമ്മൾ എടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് കണ്ടോ, ഈ ട്രയാങ്കിൾ ഒ ബി പി കണ്ടോ, എങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ ഒ ബി പി
ഈ ഒരു ട്രയാങ്കിൾ ഒ ബി പിയിൽ നമ്മൾ ഇവനെ എടുത്തു, നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഈ ഒരു ഒ ബി സൈഡിനെ എടുത്തു. അടുത്ത ട്രയാങ്കിൾ ഐ എം പിയിൽ, ഐ എം പി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഐ എമ്മിനെയും നമ്മൾ എടുത്തു. അതിനെ രണ്ടിനും എന്ത് ചെയ്തു? റേഷ്യോ ആക്കിയിട്ട് എഴുതി. അതായത് ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഇസ് ഈക്വൽ ടു, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? ബേസുകളെ എടുത്തു. അതായത് ട്രയാങ്കിൾ ഒ ബി പിയുടെ ബേസും ട്രയാങ്കിൾ ഐ എം പിയുടെ ബേസും. അതായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒ പി, ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഒ പി ആണല്ലോ, ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഐ പി ആണല്ലോ, എഴുതി. അപ്പോൾ നമ്മളെങ്ങനെ ഒ പി ഡിവൈഡഡ് ബൈ ഐ പി. റെഡി? നോക്കട്ടെ, ഒന്നുകൂടി നന്നായി എഴുതാലോ. ഒ പി ഡിവൈഡഡ് ബൈ ഐ പി. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായി എഴുതി. ഇനി രണ്ടാമത്തെ, നമ്മൾ അടുത്ത ചെറിയൊരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അടുത്ത നമ്മൾ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഒ ബി സി, ഐ എം സി. ഈ രണ്ടാൾക്കാർ, ട്രയാങ്കിൾ ഒ ബി സി ആൻഡ് ട്രയാങ്കിൾ ഐ എം സി. ഓക്കെ, ട്രയാങ്കിൾ ഒ ബി സിയും ട്രയാങ്കിൾ ഐ എം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഒ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ഐ എം സി. എങ്ങനെയായിരിക്കും സിമിലർ ആവുക? ആംഗിൾ സിമിലാരിറ്റി വെച്ചിട്ട്. യെസ്, ആംഗിൾ സിമിലാരിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്? ഇതെന്താണ്? നമ്മുടെ സിമിലറാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? അതേപോലെ, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത പോലെ നമ്മൾ അങ്ങനെ ചെയ്തില്ലേ, നമ്മൾ റേഷ്യോസ് എടുത്തു. ഈ റേഷ്യോസ് പോലെ നമ്മൾ എന്ത് ചെയ്തു? ഈ ചെറിയ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളിന് നമ്മൾ റേഷ്യോ ഒ പി ബൈ ഐ എം ഇസ് ഈക്വൽ ടു ഒ പി ബൈ ഐ പി എടുത്ത പോലെ ചെറിയ ട്രയാങ്കിൾ ആയിട്ടുള്ള ഒ ബി സി ഐ എം സിക്കും നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോസ് എടുക്കുക. അപ്പോൾ ഒ ബി സി ആൻഡ് ഐ എം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ബി ഐ എം, അതായത് ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം എന്ന് പറഞ്ഞ് ഇസ് ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഏതായിരിക്കും? നമ്മൾ ചെറിയ ട്രയാങ്കിൾ, അതായത് വലിയ ട്രയാങ്കിളിൻ്റെയും ചെറിയ ട്രയാങ്കിളിൻ്റെയും ആൾട്ടിറ്റ്യൂഡ് ഇതിൽ രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വലാണ്. അത് വ്യത്യാസപ്പെടുന്ന ആരാണ്? റൈറ്റ് ഹാൻഡ് സൈഡാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഒ ബി പിക്കും ട്രയാങ്കിൾ ഒ ബി സിയുടെ കേസിലും എന്താണ്? സെയിം തന്നെയാണ്. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എപ്പോഴും ഈക്വലാണ്. പക്ഷേ നമ്മൾ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡ് സൈഡാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ ബേസ്, വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഒ പിയും ഐ പിയുമാണെങ്കിൽ ചെറിയ ട്രയാങ്കിൾസിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒ സിയും ഐ സിയുമാണ്. ഓക്കെ, ഇനി ഈ ഒ സി ഐ സി നമ്മൾ എടുത്ത് ഒ സി ഡിവൈഡഡ് ബൈ, നോക്കുക, ഒ സി ഡിവൈഡഡ് ബൈ ഐ സി. റെഡി? ഒ സി ഡിവൈഡ് ബൈ ഐ സി നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇത്രത്തോളം ചെയ്തു അല്ലേ? ഇനി ഇത്രത്തോളം ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? നമ്മൾ രണ്ട് ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒ ബി ബൈ ഐ എം, ഒ ബി ബൈ ഐ എം രണ്ട് ട്രയാങ്കിളിൻ്റെ കേസിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ട് ഇക്വേഷൻസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്നല്ലേ? യെസ്, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒ പി ബൈ ഐ പി, ഒ സി ബൈ ഐ സി. ഒ പി ബൈ ഐ പി ഇസ് ഈക്വൽ ടു ഒ സി ബൈ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എങ്ങനെ ഇത് പറഞ്ഞു ചോദിച്ചാൽ, സോറി ഞാൻ പറഞ്ഞു തെറ്റി, ഒ ബി ബൈ ഐ എം ഇസ് ഈക്വൽ ടു ഒ പി ബൈ ഐ പി, ഒ ബി ബൈ ഐ എം ഇസ് ഈക്വൽ ടു ഒ സി ബൈ ഐ സി. ഒ ബി ബൈ ഐ എം രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ ഏകദേശം, അപ്പോൾ നമുക്ക് സ്വാഭാവികമായി പറയാൻ സാധിക്കും ഒ പി ബൈ ഐ പി, ഒ സി ബൈ ഐ സി ഈക്വൽ തന്നെയല്ലേ? അതെ. ഓക്കെ, ഇനി അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷനാക്കി, മൂന്നാമത്തെ ഇക്വേഷനാക്കി നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ എന്തായിരുന്നു എഴുതിയത്? യെസ്, ഒ പി ബൈ ഐ പി
ഇസ് ഈക്വൽ ടു ഒ സി ബൈ ഐ സി അല്ലേ? യെസ്, ഒ പി ബൈ എ പി ഇസ് ഈക്വൽ ടു ഒ സി ബൈ ഐ സി. ഒ പി ബൈ ഐ പി ഇസ് ഈക്വൽ ടു ഒ സി ബൈ ഐ സി നമുക്ക് കിട്ടി. റെഡി. ഇനി ഇതിനെ നമ്മൾ ഇക്വേഷനാക്കി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മളിനി ഓരോ ആൾക്കാരെ നോക്കാൻ പോവാണ്. ഒ പി ആരാണ്? ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒ പി എഴുതിയില്ല അല്ലേ? ഒ പി എഴുതിയോ? യെസ്, എഴുതി. ഒ പി ആരാണ്? ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് യു ആണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒ പിക്ക് പകരം യു എന്ന് എഴുതി. ഇനി ഐ പി ആരാണ്? ഐ പി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതാ ഇവിടെ, സോറി ഇമേജ് ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ വി ആയിട്ട് എഴുതി. ഈക്വൽ ടു ഒ സി ആരായിരിക്കും? ഒ സി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് കണ്ടോ, ഈ സിയിൽ നിന്ന്, അതായത് സിയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, സിയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്, അതായത് റേഡിയസ് ആണ്. റെഡി. ഇനി ഒ സി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒ സി ആണ് വേണ്ടത്, അതായത് ഈ ഡിസ്റ്റൻസാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ ഡിസ്റ്റൻസിൽ നിന്ന് ഇത് കുറച്ചാൽ കിട്ടുന്നതല്ലേ? വലിയ ഡിസ്റ്റൻസിൽ നിന്ന് ഇത് കുറച്ചാൽ കിട്ടുന്നതാണ് ഒ സി. അപ്പോൾ വലിയ ഡിസ്റ്റൻസ് വന്ന യുന്ന് ആരെ കുറച്ചു? ആറിനെ കുറച്ചു. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു മൈനസ് ആർ ഇസ് ഈക്വൽ ടു ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ഐ സി ആരാണ് ഇവിടെ? ഇവനാണ് അല്ലേ ഐ സി നമുക്ക് എങ്ങനെ എഴുതാം? ആറിൽ നിന്ന് വി കുറച്ചാൽ കിട്ടുന്നതല്ലേ ഐ സി? യെസ്, ആറിൽ നിന്ന് വി കുറച്ചാൽ കിട്ടുന്നതാണ് ഐ സി. അപ്പോൾ ആറ് മൈനസ് വി. ഓക്കെ, ഇനി ഇത് നമ്മളിങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? യു ഇൻറ്റു ആർ മൈനസ് വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു യു മൈനസ് ആർ. ഇനി എന്ത് ചെയ്തു നമ്മൾ? ഇവിടെ ഞാൻ ജസ്റ്റ് മായ്ക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? യെസ്, ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഇക്വേഷൻ നമുക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ആർ മൈനസ് യു വി ഇസ് ഈക്വൽ ടു യു വി മൈനസ് വി ആർ അല്ലേ? വിൻ്റെ യു നമുക്ക് എങ്ങനെ കിട്ടിയത് ചോദിച്ചാൽ, യുവിനെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത യു ആർ, യുവിനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത യു വി, വിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വി യു അല്ലെങ്കിൽ യു വി എന്ന് എഴുതി. ഞാൻ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യു വി ആയതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ യു വി എന്ന് എഴുതി. ഇനി വിനെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വി ആർ, അങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ യു വിയെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഈ യു വിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ വി ആറിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് യു വി, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകും പ്ലസ് യു വി ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ സാധിക്കും? യു ആർ ഇവിടെ പ്ലസ് മൈനസ് വി ആർ ഇങ്ങോട്ട് വന്നു, മൈനസ് വി ആർ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ പ്ലസ് വി ആർ ആയി. അപ്പോൾ എങ്ങനെ കിട്ടും? പ്ലസ് വി ആർ ഇസ് ഈക്വൽ ടു യു വി പ്ലസ് ഈ യു വി ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് ആയി, അപ്പോൾ അടുത്ത യു വി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? യു ആർ പ്ലസ് വി ആർ ഇസ് ഈക്വൽ ടു യു വി പ്ലസ് യു വി, 2 യു വി. റെഡി. ഇനി നമുക്ക് ഇതിനെ ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും അല്ലേ? യെസ്, ഈ ഒരു കോമൺ ഫാക്ടറിന് നമ്മൾ കുറച്ചും കൂടി ഈ ഒരു ഇക്വേഷനെ, ഇതിനെ ഞാൻ എന്ത് കൊടുത്തു? തേർഡ് ഇക്വേഷൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനെ നമ്മൾ തേർഡ് ഇക്വേഷൻ എന്ന് കൊടുത്തു. ഇനി ഈ സംഭവം, ഈ ഒരു തേർഡ് ഇക്വേഷനെ നമ്മളൊരു കോമൺ ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. ആ കോമൺ ഫാക്ടറാണ് യു വി ആർ. അതായത് നമ്മൾ തേർഡ് ഇക്വേഷൻ ആണല്ലോ അത്. തേർഡ് ഇക്വേഷൻ നമ്മൾ പെട്ടിയിൽ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മൾ തേർഡ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ യു വി ആർ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ യു
വി ആർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യു ആർ ബൈ യു വി ആർ. യു ആർ ബൈ യു വി ആർ പ്ലസ് വി ആർ ബൈ യു വി ആർ ഇസ് ഈക്വൽ ടു 2uv ബൈ യു വി ആർ. ഇത് യു കട്ട്, ഇത് ആർ കട്ട്, വി കട്ട്, ആർ കട്ട്, യു കട്ട്, വി കട്ട്, എല്ലാം കട്ട് ചെയ്തോളാം. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? 1 ബൈ ഇവിടെ ആകെ അവശേഷിക്കുന്ന വി ആണ്, പ്ലസ് 1 ബൈ യു കിട്ടി, ഈക്വൽ ടു 2 ബൈ ആർ എന്ന് കിട്ടി. യെസ്. ഇനി ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് എടുക്കുന്നു. ഓക്കെ. ഇനി 1 ബൈ യു പ്ലസ് 1 ബൈ വി പ്ലസ് 1 ബൈ യു സിക്കൽ 2 ബൈ ആർ എന്ന് കിട്ടി. ഇനി ഈ ആർ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതാണ് എഫ് അല്ലേ? ഇത്രയുമാണ് എഫ് ഫോക്കസ്. അതിന് ഡബിൾ അല്ലേ ആറ്? അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ എന്ന് പറഞ്ഞാൽ 2f ആണ്. ഓക്കെ, ഫോക്കസിൻ്റെ ഡബിളാണ് ആര്? ആർ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 2f ആണെങ്കിൽ നമുക്ക് ഈ ആറിനെ ഇപ്പുറത്ത് കൊണ്ട് എഴുതിക്കൂടെ? യെസ്, എഴുതാം. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടി കോപ്പി ചെയ്യുന്നു. കോപ്പി പേസ്റ്റ് ചെയ്യുക. വേണ്ട, നമ്മളെന്ത് റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ, 1 ബൈ വി പ്ലസ് 1 ബൈ യു ഇസ് ഈക്വൽ ടു 2 ബൈ ആർ എന്ന് പറഞ്ഞാൽ 2f ആണ് നമുക്കറിയാം. ഈ 2 കട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ബൈ വി പ്ലസ് 1 ബൈ യു ഇസ് ഈക്വൽ ടു 1 ബൈ എഫ്. 1 ബൈ വി പ്ലസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ എഫ്. ഇതിനെ നമ്മൾ ഒന്നും കൂടി നന്നാക്കി എഴുതിയാൽ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? യെസ്, 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ വി പ്ലസ് 1 ബൈ യു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ സ്വന്തം ആദ്യത്തെ മിറർ ഫോർമുല എന്ന് പറയുന്ന ഡെറിവേഷനിൽ കൃത്യമായി തന്നെ പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പാർട്ട്, ആദ്യത്തെ ഒരു ഡെറിവേഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. റേ ഒപ്റ്റിക്സ് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെയധികം പാർട്ട് വേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വൺ ഷോട്ടിൽ, അതായത് ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടി വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഓരോ വീഡിയോയിലും മെല്ലെ മെല്ലെ ഓരോ ടോപ്പിക് വൈസ് ഡെറിവേഷൻ പറഞ്ഞ് പോകുന്നതല്ലേ നല്ലത്. യെസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലാസ്സുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതുവരേക്കും നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. നമ്മൾ 1 മാസമായി നമ്മുടെ ചാനൽ ഇനാക്റ്റീവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് ആക്റ്റീവ് ആക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണത്. അപ്പോൾ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഈ ഒരു പ്രശ്നങ്ങൾ പറ്റിയത്. റിക്കവർ ആവുന്നു. ഓക്കെ, സോ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.